السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. صدق الله مولانا العظيم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അള്ളാഹു നൽകിയ മഹത്തായ ഔദാര്യം കൊണ്ട് ഹിജ്റ 1446 അവസാനത്തെ പകൽ സമയത്താണ്, ദുൽഹിജ്ജ മാസത്തിൻ്റെ 30 പകലിലാണ്, വെള്ളിയാഴ്ചയുടെ ഈ മഹത്വമേറിയ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് പുതിയ ഹിജ്റ വർഷം 1447 ഇന്ന് മഗ്രിബോടുകൂടി നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ അമലുകളൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വരാനിരിക്കുന്ന വർഷം അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും പൊരുത്തത്തിൻ്റെയും അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്തും ബറക്കത്തും ഒക്കെ ലഭിക്കുന്ന വർഷമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, കാലമിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയും കാലമിങ്ങനെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും മനുഷ്യജീവിതം കാലങ്ങൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും പിന്നിടുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ആദിയും വേവലാതിയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളത്. കലണ്ടറിൽ ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സാണ് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ സമയങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആരോഗ്യരംഗത്ത് വലിയ പ്രയാസങ്ങൾ. ഓരോ വർഷവും കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തേതുപോലെയല്ല, ആരോഗ്യരംഗത്ത് നമുക്ക് കൂടുതൽ ക്ഷീണവും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. മരുന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഉടമയായേക്കാം. അപ്രകാരം തന്നെ സാമൂഹ്യ രംഗത്ത് ഓരോ വർഷവും പിന്നിടുമ്പോൾ ലോകത്ത് തന്നെ യുദ്ധക്കെടുതികളും അക്രമങ്ങളും അരുതായ്മകളും അപകടങ്ങളും നിരന്തരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വലിയ പാഠമാണ് നമുക്കതിൽ ഉൾക്കൊള്ളുവാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ ആമുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ലൈസ ആമുൻ, ഒരു വർഷവും നമ്മിലേക്ക് കടന്നു വരുന്നില്ല, ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, അതിനുശേഷം വരുന്നത് ഇപ്പോൾ നമ്മിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വർഷത്തേക്കാൾ ഷെറായിട്ടല്ലാതെ. നമുക്ക് നാളെ ഒരു പുലരിയുണ്ടെങ്കിൽ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളതായിട്ടല്ലാതെ പുതിയ ഒരു വർഷം കടന്നു വരുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്.
ഇങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും. അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, വലാ അമീറുൻ ഖൈറും മിൻ അമീർ. നാളെയുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്നത്തെ ഭരണാധിപനേക്കാൾ ഖൈറായ ഒരു ഭരണാധിപൻ വരുമെന്ന്. ഓരോ ദിവസവും ഇങ്ങനെ പിന്നിടുമ്പോ കൂടുതൽ പ്രതിസന്ധികൾ നിറക്കുന്ന ഭരണാധിപന്മാരാണ് ജനങ്ങളുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ മുന്നറിയിപ്പ് നൽകുന്നു, വലാകിൻ ദഹാബു ഖിയാരിക്കും വഉലമാഇക്കും. ഓരോ വർഷങ്ങൾ ഇങ്ങനെ പിന്നിടുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരും. ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നിങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാർ ഇങ്ങനെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. വലാകിൻ ദഹാബു ഖിയാരിക്കും, ഖൈറായ ആളുകൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. വഉലമാഇക്കും, അപ്രകാരം തന്നെ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കേണ്ട അൽ ഉലമാഉം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സുമ്മ യഹദുസു ഖൗമുൻ, പിന്നെ ഒരു ജനത പുതുതായി ഉണ്ടാകും. യഖീസൂനൽ ഉമൂറ ബിറഈഹിം, അവരുടെ സ്വന്തം അഭിപ്രായ പ്രകാരം പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങളെ അവർ താരതമ്യം ചെയ്യും, അവർ മതവിധികൾ പറയും. അങ്ങനെ ഫയഹുദമുൽ ഇസ്ലാം, അവർ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഓരോ ദിവസവും പിന്നിടുമ്പോൾ ഇത്രമേൽ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങളും വർഷങ്ങളുമായിരിക്കും കടന്നു വരിക. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വർത്തമാനകാല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആയുസ്, അത് ശരിക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വിജയികളാണെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഈ ഹദീസിലൂടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊന്നി പറയുന്നത്. ഒന്ന്, കാലം ഇങ്ങനെ പിന്നിടുമ്പോ നല്ല മനുഷ്യന്മാർ ഇങ്ങനെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുമെന്ന്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ, ഇങ്ങനെ പാണ്ഡിത്യ ലോകത്ത് അനുഗ്രഹീതരായ ആളുകൾ, അപ്രകാരം തന്നെ നന്മയുടെ പ്രതീകങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അതുപോലെയുള്ള ആളുകൾ പിന്നെ വരുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ആത്മീയ ലോകത്ത് അനുഗ്രഹീത സാന്നിധ്യവുമായിരുന്നു മഹാനായ ശൈഖുന മാണിയൂർ ഉസ്താദ് ലോകത്തോട് വിട പറയുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന ആത്മീയ ലോകത്തെ വലിയ സാന്നിധ്യമാണ് പുറത്തിയിൽ ഷെയ്ഖുമാർ എന്ന് പറയുന്നത്. അവിടുത്തെ പിന്മുറക്കാരനായിരുന്നു, തെളിഞ്ഞ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആശ്രയവും മത്താണിയും ആശ്വാസവുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പകരം അതുപോലെയുള്ള ആളുകൾ വരുന്നില്ല. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, നല്ല നല്ല മനുഷ്യന്മാർ, ദീൻ പറയുന്ന ആളുകൾ ഇല്ലാതെയായി വരും. പിന്നെ വരുന്ന ജനങ്ങളോ അവർ സ്വയേഷ്ട പ്രകാരം. ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നത് നല്ല മനുഷ്യന്മാരില്ലാതെയാകും. രണ്ടാമതായി നൽകുന്ന വലിയ ഉത്ബോധനം, തോന്നിയതുപോലെ മതവിധി പറയുന്ന ആളുകളായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഓരോരുത്തർക്കും എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അവർ മതവിധി പറയുകയും അവർ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ തിന്മയുടെ സന്ദേശങ്ങൾ നൽകി അവരെ പോലും അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. നന്മയുടെ വഴിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പുതിയ ഒരു വർഷം നമ്മിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഈ സമയങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 189 ആയത്തിൽ അല്ലാഹു പറയുന്നു, യസ്അലൂനക അനിൽ അഹില്ല, ഈ ചന്ദ്രപ്പിറവിയെ കുറിച്ച് നിങ്ങളോട് അവർ ചോദിക്കും നബിയെ. നബിയെ അങ്ങ് പറയണം, കുൽ ഹിയ മവാഖീതുൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സമയക്രമങ്ങളുടെ വഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കർമ്മങ്ങളുടെ കൃത്യമായ ക്രമീകരണമാണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇങ്ങനെ സമയത്തിന്റെ മൂല്യം തിരിച്ചറിയണമെന്നുള്ളത് കൂടിയാണ് ഈ പുതിയ വർഷം വരുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തുന്നത് ഹിജ്റയാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? സർവവും അള്ളാഹുവിൽ ത്യജിക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതി പാകപ്പെടുത്തിയെടുക്കലായിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഥാർത്ഥ മുഹാജിർ എന്ന് പറഞ്ഞാൽ
യഥാർത്ഥ ഹിജ്റ നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അൽ മുഹാജിറു യഥാർത്ഥ മുഹാജിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പലായനം നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവനാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളിൽ നിന്ന് ബഹുദൂരം അകലങ്ങളിലേക്ക് മാറി നിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഹിജ്റ പോകുന്നവനെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഹിജ്റയുടെ പാഠം? അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കുവാനുള്ള ഒരു മനസ്സ്, അതാണ് ഹിജ്റയുടെ സന്ദേശം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി, അതാണ് ജീവിതത്തിന്റെ വിജയ വഴി എന്ന് കൃത്യമായി ഉൾക്കൊള്ളുന്നതാണ് ഹിജ്റയുടെ സന്ദേശം എന്ന് പറയുന്നത്. സമയത്തിന്റെ മൂല്യം തിരിച്ചറിയണം. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാര്യം. ഇസ്ലാമിലെ ആരാധനകൾ സമയബന്ധിതമാണ്. 5 നേരത്തെ നിസ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അതിന്റെ കൃത്യമായ സമയം പറഞ്ഞു തരുന്നു. സുബഹിയുടെ സമയം ഏതാണ്? അതിന്റെ സമയം അവസാനിക്കുന്ന സന്ദർഭം ഏതാണ്? ളുഹർ ആരംഭിക്കുന്നത്, ളുഹറിന്റെ സമയം കഴിയുന്നത്. ഈ സമയത്തിന്റെ മൂല്യം തിരിച്ചറിയാത്തവൻ ഏറ്റവും വലിയ ഖേദത്തിന്റെ അടിമയായി മാറും, ഏറ്റവും വലിയ പരാജയത്തിന്റെ അടിമയായി മാറും. ഇസ്ലാമിന്റെ ആരാധനകളെല്ലാം ഇങ്ങനെ സമയബന്ധിതമായി ക്രമീകരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോകുന്ന സമയങ്ങളൊക്കെ വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകണം. അങ്ങനെ സമയങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. വിജയികളാകാൻ നിങ്ങൾക്ക് കഴിയണം. 5 നേരത്തെ നിസ്കാരങ്ങൾ അതിന്റെ സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാതെ അതിനെ വിട്ട് ബന്ധിപ്പിച്ചാൽ, ആ ജംഇന്റെ സമയം വിട്ടും ബന്ധിപ്പിച്ചാൽ അവൻ അപകടമേറിയ ശിക്ഷ നൽകണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ ബാലപാഠം പഠിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമദാനിലെ നോമ്പും സമയബന്ധിതമാണ്. അതിന്റെ തുടക്കവും ഒടുക്കവും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാമിലെ ഇബാദത്തുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത് സമയം അമൂല്യമാണ്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നവർ മാത്രമാണ് വിജയികൾ എന്ന് പറയുന്നത്. എന്നാൽ 70% ആളുകളും സമയം വെറുതെ കളയുന്നവർ. 24 മണിക്കൂർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് നൽകുന്നുവെങ്കിൽ ആ 24 മണിക്കൂറും ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർ വളരെ വിരളമാണെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് മഹാന്മാരായ ആളുകൾ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയവരാണ്. അവരാണ് വിജയികൾ എന്ന് പറയുന്നത്. ഇമാം നവവി റഹിമഹുല്ലാ, യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്ന ആ ചെറുബാലൻ പിന്നീട് വളർന്നു വലുതായി 40 വയസ്സ് വരെ മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മിൽ പല ആളുകളുടെയും പ്രായമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ പല ആളുകളുടെയും പ്രായത്തിന്റെ പകുതിയായിരിക്കും. 40 വയസ്സ് വരെ മാത്രം ജീവിക്കാൻ ആയുസ്സുണ്ടായിട്ടുള്ള മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ 500-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നു. സമയം ഒരിക്കലും പാഴാക്കിയിട്ടില്ല. മഹാനവറുകൾക്ക് മൂലക്കുരുവിന്റെ ബാസൂറിന്റെ അസുഖമുണ്ടായിരുന്നു, രക്തം വരുന്ന പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ മഹാനവറുകൾ കിതാബുകൾ രചിച്ചു കൊണ്ടിരിക്കുമ്പോ സമയം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ടാക്കി അതിന്റെ മുകളിൽ ഇരിക്കും. എന്നിട്ട് ആ രക്തത്തെ അത് കൃത്യമായി ശുദ്ധീകരിക്കുന്നതിന് സമയം ക്രമീകരിച്ചുകൊണ്ട് ഇബാദത്തിന്റെ വഴിയിലും അതുപോലെ തന്നെ ഇൽമിന്റെ വഴിയിലും രചനയുടെ വഴിയിലും സമയം നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി, അതാണ് ലോകത്തിന്റെ വിജയിയായി മഹാനായ ഇമാം നവവി തങ്ങളെ മാറ്റിയത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ശൈഖ് അവറുകൾ അവിടുന്ന് ഒരു ശ്വാസം വിടുമ്പോ പ്രിയപ്പെട്ടവരെ 6 തവണയെങ്കിലും അല്ലാഹ് എന്ന് ഓർക്കാതെ ഒരു ശ്വാസവും വിടുമായിരുന്നില്ല എന്ന്. എത്രമേൽ സമയത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കൾ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട് തന്റെ ശിഷ്യനോട്, അഹ്സിൻ അമലക, എന്റെ പൊന്നു മോനെ, നിന്റെ അമലുകളെ നീ നന്നാക്കണം. കാരണം എന്തെന്നറിയുമോ? ഫഖദ് ദനാ അജലുക, നിന്റെ ആയുസ് തീരാനായിട്ടുണ്ട്, നിന്റെ അവധി എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് നീ കൃത്യമായി നിന്റെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണം എന്ന് മഹാനായ ഇമാം അബൂ ഹുറൈറ റഹിമഹുല്ലാ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സമയത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ, നമ്മുടെ ആയുസ്സിന്റെ വില മനസ്സിലാക്കാൻ, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിതക്രമം ഒരുക്കുന്നതിന്റെ പ്രചോദനത്തിന്റെ വഴിയാക്കി മാറ്റാൻ
ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കണം. പുതിയ വർഷം കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, സൂറത്തു തൗബയുടെ 39-ാമത്തെ ആയത്തിൽ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന ആ ദിവസം തൊട്ട് തന്നെ അല്ലാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറയുന്നു. ആ 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങൾ അത് ശ്രേഷ്ഠതയുള്ളതാണ്, പവിത്രമാക്കപ്പെട്ടതാണ്. പവിത്രത എന്ന് പറഞ്ഞാൽ പ്രതികാരത്തോടുകൂടി വർത്തിക്കേണ്ടവനോട് പോലും മാന്യതയോടെ മാപ്പിന്റെ വഴിയിൽ വർത്തിക്കേണ്ട മാസമാണെന്ന്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണെന്ന് പഠിപ്പിക്കപ്പെട്ട 4 പവിത്രതയുള്ള മാസം. അതിലെ 1-ാമത്തെ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ലോകത്ത് പ്രിയപ്പെട്ടവരെ 10 ദിവസങ്ങൾ 10 ദിനരാത്രങ്ങൾ വളരെ ആദരവോടുകൂടി കണ്ടവരാണ് മഹത്തുക്കൾ. റമദാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അതിശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ആ അതിശ്രേഷ്ഠതയുള്ള ദിവസം നമ്മിലേക്ക് ഇന്ന് മഗ്‌രിബോടുകൂടി കടന്നു വരുമ്പോ അല്ലാഹുവിൽ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ പ്രത്യേകമായ ദുആകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാർ. അങ്ങനെ ദുആ ചെയ്താൽ ആ വർഷത്തിൽ പിന്നെ പിശാച് ബാധ ഏൽക്കുകയില്ല, പിശാചിന്റെ ദുർബോധനങ്ങൾ അടിമപ്പെടേണ്ടി വരില്ല എന്ന്. അപ്രകാരം തന്നെ ഈ മാസം കടന്നു വരുമ്പോ, മുഹറമിന്റെ 1-ാമത്തെ രാത്രി വരുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, ഏതൊരു പുതിയ മാസവും കടന്നു വരുമ്പോ അതിന്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്രകാരം തന്നെ മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ള ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥനക്കുത്തരമുള്ള ദിനരാത്രങ്ങളാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയേണ്ട ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ മാസം ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന മാസം അതിശ്രേഷ്ഠമായ മാസമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. വളരെ വിശിഷ്ടമായ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള സംഭവങ്ങൾക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അർശ് സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മുഹറമാണ്. അള്ളാഹുവിന്റെ കുർസിയെ സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മുഹറമാണ്. അതുപോലെ തന്നെ ലൗഹും കലമും സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മുഹറമാണ്. എന്തുകൊണ്ട് ഏറെ ആദരിക്കേണ്ട മാസമാണ് എന്ന് തന്റെ സൃഷ്ടികളെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ലോകത്ത് ആദ്യമായി മഴ വർഷിപ്പിച്ചത് മുഹറമിലായിരുന്നു. അപ്രകാരം തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറമിലായിരുന്നു. ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് മുഹറമിലായിരുന്നു. രണ്ടുപേരെയും ഭൂമിയിലേക്ക് അയച്ചത് മുഹറമിലായിരുന്നു. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗാരോഹണം ഉണ്ടായത് മുഹറമിലായിരുന്നു. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ ആ വലിയ തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ട് ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ട് അവർക്ക് അള്ളാഹു രക്ഷ ഒരുക്കിയത് മുഹറമിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകി ആദരിച്ചത് മുഹറമിലായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം കഠിനമായ രോഗങ്ങൾക്ക് ഇരയായി അതിൽ നിന്ന് മോചനം ലഭിച്ചത്, മഹാനവറുകൾക്ക് രോഗശമനം ലഭിച്ചത് മുഹറമിലായിരുന്നു. യാക്കൂബ് നബിക്ക് കൺകാഴ്ച തിരിച്ചു കിട്ടിയത്, യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചത്, മൂസാ നബിക്ക് ഫറോവയിൽ നിന്ന് അള്ളാഹു സംരക്ഷണത്തിന്റെ വഴിയൊരുക്കിയത്, അപ്രകാരം തന്നെ യൂനുസ് നബിയെ മത്സ്യവയറ്റിൽ നിന്ന് സംരക്ഷിച്ചത്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് മുഹറം. ആ മുഹറമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദരവേറിയ ദിവസങ്ങളെ അതിന്റെ പവിത്രത ഉൾക്കൊണ്ട് ആദരിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി നേടുവാനും ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ക്രമീകരിക്കുവാനും സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുവാനുണ്ട്. മഹാനായ ശൈഖുന മാണിയൂർ ഉസ്താദിന്റെ പേരിൽ അള്ളാഹു അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉസ്മാൻ മുസ്ലിയാർ പന്തിപ്പൊയിൽ, അംജദ് ഖാൻ പാലപ്പള്ളി, ഇർഷാദ് കുന്നത്ത് പീടികയിൽ, പൊന്നേത്ത് കുഞ്ഞുമോൻ, പാത്തുണ്ണി കല്ലൂർ, ബീവാത്തു ചിറനെല്ലൂർ, നഫീസ തെപ്പിലശ്ശേരി, റഹ്മത്ത് പഴുന്നന, സൈദലവി മോളൂർ, ഖദീജ വലമ്പൂർ,
ആസാദ് പൂവത്തൂർ, ഇങ്ങനെ 12 പേരുടെ പേരിൽ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുവാനുണ്ട്. ഇവിടെ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ തമ്പുരാനെ, ഈ ഹിജ്റ 1446 ഞങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. വരാനിരിക്കുന്ന ഹിജ്റ 1447 ഞങ്ങളെ എത്തിക്കുകയും ഖൈറിന്റെ വർഷമാക്കി തരുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിതം ക്രമീകരിച്ച് വിജയം നേടുവാനുള്ള ദിവസങ്ങളാക്കി തരണമേ റബ്ബേ. എല്ലാവിധ ആഫാത്ത് മുസീബാത്ത് ബലാകളിൽ നിന്നും കാവൽ ലഭിക്കുന്ന വർഷമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ, ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഞങ്ങളെ പള്ളിക്ക് ചുറ്റുമുള്ള ഖബറാളികൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റബ്ബേ. ഒരുപാട് രോഗികൾ, പ്രത്യേകിച്ച് ഇന്നീ മഹല്ലിലെ പ്രായമേറിയ ഒരു രോഗിയെ സന്ദർശിച്ചിരുന്നു. പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിൽ, കുടുംബത്തിൽ, പരിചയത്തിലൊക്കെയുള്ള രോഗികൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും ശിഫയും സലാമത്തും ആഫിയത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിം ലോകത്തിന് ഇസ്സത്ത് നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. സഫുകൾ ഇപ്പോൾ തന്നെ ക്രമീകരിച്ച് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ കയറിയിരുന്ന് സമമായിരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനല്ലാഹ്.